തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറിയും മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് സ്മാരക പത്രപ്രവർത്തക അവാർഡ് സമ്മാനിച്ചു. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് അനുമോദനവും ആദര സമ്മേളനവും നടന്നു. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറിയും തലശ്ശേരി മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് സ്മാരക പത്രപ്രവർത്തക അവാർഡ് സമർപ്പണം നടന്നു. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ.എം. ജമുന റാണി ടീച്ചർ പുരസ്കാര സമർപ്പണം നടത്തി. മാതൃഭൂമി കരിവള്ളൂർ ലേഖകൻ എ.വി. ഗിരീശനാണ് പുരസ്കാരത്തിന് അർഹനായത്. അത് കഴിഞ്ഞ് ക്യാഷ് അവാർഡ് 10,000 rupees ആണ്. അത് കഴിഞ്ഞ് ഈ എളിയവന്റെ ചെറിയ പുസ്തകം എല്ലാവരും ഒന്ന് കൈയടിച്ചൂടെ നമുക്ക്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പൊന്നൻ കൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. SSLC, +2 ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും അവാർഡ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് പലവിധ ഉപദേശങ്ങൾ അത് ഇതൊക്കെ കൊടുക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ മനസ്സിലാക്കാനും അവരോടൊപ്പം സഞ്ചരിക്കാനും കഴിഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ അവാർഡാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് തൊട്ടയൽ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ച് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ ആരാ എന്താണെന്നും അറിയില്ല. അതായിരുന്നില്ല പണ്ട് കാലത്ത്. നല്ല സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ആനുകാലിക കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നത്, നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം. പക്ഷെ ഇന്നതൊക്കെ മാറി എല്ലാവരും ഗേറ്റും വാതിലെല്ലാം ഇപ്പം നമ്മൾ സുഖമായിട്ട് അതങ്ങോട്ട് അടക്കും. അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ അതെല്ലാം കുറച്ച് മാറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഇവിടെ ഇപ്പോൾ അനീഷ് പാതിരിയാട് വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതി. അതായത് തലശ്ശേരിയിൽ ജീവിക്കുമ്പോൾ, തലശ്ശേരിയിലെ പ്രസ് ഫോറത്തിൽ പണിയെടുക്കുമ്പോൾ ഹെർമൻ ഗുണ്ടറ്റിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയില്ല, മോശമായി പോകുമെന്ന് മനസ്സിലായി. മൂപ്പരൊരു പുസ്തകം എഴുതി, നല്ല പുസ്തകം. ഏറ്റവും നന്നായിട്ട് നമുക്ക് ഹെർമൻ ഗുണ്ടറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഉടനെ ഒരു പുസ്തകം എഴുതി. ആ താലിമാല തേടി ആരും വന്നില്ല. അതും നമുക്ക്, അതായത് കഴിഞ്ഞു പോയ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ എല്ലാ ചൂരോടെയാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. അത് കൊണ്ടുപോയിട്ട് അന്ന് തന്നെ ഞാൻ വായിച്ചു തീർത്തു എന്നുള്ളതാണ്. ആ രാത്രി ഉറക്കമൊഴിച്ചിട്ട്. അപ്പൊ അതൊരു ആകാംക്ഷ നിർത്തുന്ന ഒരു നോവല് തന്നെയായിരുന്നു. അപ്പൊ ഇത്തരത്തില് ഇവർക്കൊക്കെ ഇങ്ങനെ സാധിക്കുമെങ്കിൽ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കാണുകയല്ല, അവരൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളോട് എന്താ ചെയ്യേണ്ടത്? മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇപ്പം കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഫോണാണ്. അതിന് അല്പസമയത്തേക്ക് മാറ്റിവെച്ച് ആവശ്യത്തിന് മാത്രം ഉപകരിക്കുക. എന്നിട്ട് നമ്മൾ പുസ്തകങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി. സെക്രട്ടറി അനീഷ് പാതിരിയാട് സ്വാഗതം പറഞ്ഞു. പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി പി. ദിനേശൻ ആമുഖ പ്രഭാഷണം നടത്തി. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം സി. സോമൻ, പാലിയാട് രവി, എൻ. സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പുരസ്കാര ജേതാവ് എ.വി. ഗിരീശൻ മറുപടി പ്രസംഗം നടത്തി.